മഹാഗുരു ശരണം. അപ്പം യമലിംഗത്തിൽ പെട്ട് കേട്ടോ. ഇതാണ്, അവിടെയാണ് യമലിംഗ ക്ഷേത്രം കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ കരിക്ക് കിട്ടുന്നിടം വരെ, അല്ലെങ്കിൽ ചായ കിട്ടുന്നിടം വരെ നടക്കുകയാണ്. യമലിംഗം എന്ന് പറഞ്ഞാൽ നേരെ തെക്ക് വശം. ഇവിടെയൊക്കെ മൃതദേഹം സംസ്കരിക്കുന്ന സ്ഥലങ്ങളാണ്, മലയോട് ചേർന്ന് കേട്ടോ. മലയോട് ചേർന്നുള്ള ഭാഗം അതാണ്. ഇവിടെ വേറെ മറ്റ് ഇതൊന്നും ഇവിടെ കാണുന്നില്ല, മറ്റ് ആക്ടിവിറ്റീസ് ഒന്നും ഇവിടെ കാണുന്നില്ല. കച്ചവടം വളരെ കുറവാണ്. ഇല്ല, നമ്മുടെ ഇവര് വാനരന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. അതുങ്ങൾക്കും എല്ലാം വിശക്കുന്നെന്ന് തോന്നുന്നു, പാവങ്ങൾ. ഒരു കിട്ടുന്ന കമ്പും എല്ലാം എടുത്ത് കഴിക്കുകയാണ്. വിശപ്പ് എല്ലാ മനുഷ്യനുള്ളൊരു പ്രതിഭാസമാണ്, എല്ലാ ജീവികൾക്കും. മനുഷ്യനെന്നല്ല, മനുഷ്യന് വിശപ്പും കഴിഞ്ഞ് പിന്നെയും കുറേ ആവശ്യങ്ങളുണ്ട്. അതൊരു ഘടകമാണ്. കെയിൻ ഫർണിച്ചറാണ്. ഒരു ചായയോ കരിക്കോ കിട്ടുന്നിടം വരെ ഈ വീഡിയോ നീളുന്നതാണ്. മാക്സിമം 10 തൊട്ട് 12 മിനിറ്റ് വരെ. ഇത് തെക്ക് വശമാണ് കണ്ടോ. തെക്ക് വശം വളരെ വിജനമാണ്. വശം വളരെ വിജനമാണ്. യമലിംഗത്തിൻ്റെ അടുത്ത് ആൾക്കാർ പേടിക്കുന്നു എന്ന് തോന്നുന്നു. അവസാനം പോകേണ്ടത് അങ്ങോട്ടാണെങ്കിലും മനുഷ്യനെ പേടിയുള്ളൊരു കാര്യമാണ്. പക്ഷേ എന്തെങ്കിലും വരുമ്പോഴത്തേക്കും പറയുന്ന കാര്യം ഒന്ന് ചത്ത് കിട്ടിയാൽ മതി എന്ന് പറയും. പക്ഷേ എന്നാൽ അദ്ദേഹം വന്നിട്ട് എന്നാൽ പോയേക്കാന്ന് പറഞ്ഞാൽ അയ്യോ അത് വേണ്ട, എനിക്ക് കുറച്ച് നാൾ കൂടി വേണമെന്ന് പറയും അല്ലേ. മനുഷ്യൻ്റെ ഒരു ഇത്, ഈ ശരീരം നമുക്ക് സ്ഥിരമായിട്ടുള്ളതാണെന്ന് വിശ്വസിച്ച് ഇരിക്കുന്ന ഒരാളാണ്. ഇവിടെ എങ്ങനെ കൂടെ കുടിക്കുന്ന ചായ? കരിക്ക ചായ നൈത്തിക്ക ചായ ചായ മുഹങ്കതല്ലേ ചായ കുടിക്കുന്ന ഇവിടെ. എന്നാൽ ചായ കുടിക്കുക. അപ്പോൾ തൽക്കാലത്തേക്ക് നിർത്തുന്നു ഞങ്ങളിവിടെ ഒരു ചായ. ഇതിൽ ആ മലയുടെ മുകൾ ഭാഗം കണ്ടല്ലോ, അവിടെ എന്തോ ഉരുൾ പൊട്ടിയ പോലെയുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ. ഓൾ ദി ബെസ്റ്റ്. ഓൾ താങ്ക് യു ആൾ.